ഇടുക്കി ജില്ലയിലെ 12 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന ഭൂസംബന്ധിച്ച ദുരന്തത്തിന് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് 2023 സെപ്റ്റംബർ മാസം 14-ാം തീയതി പിണറായിയുടെ ഗവൺമെൻറ് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയത്. സെപ്റ്റംബർ 14-ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ല് ഏകകണ്ഠമായി അംഗീകരിക്കുകയും അത് ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ട് കഴിഞ്ഞ 3 മാസക്കാലമായി ഒരു സ്വേച്ഛാധിപതിയുടെ മനോഭാവത്തോടെ ആ ബില്ല് തടഞ്ഞു വെക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നേ ദിവസം ആയിരക്കണക്കായ കൃഷിക്കാരെയും തൊഴിലാളികളെയും ജനങ്ങളെ അണിനിരത്തി രാജ്ഭവന്റെ മുമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് 2023 ഡിസംബർ മാസം 26-ാം തീയതിയാണ്. ഏതാണ്ട് 6 മാസക്കാലം മുമ്പ് ഇടുക്കി ജില്ലയിലെ മർച്ചൻ്റ് അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ചോദിച്ചിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തങ്ങളുടെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ പ്രതിഷേധവുമായി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പ്രതിഷേധത്തെ അവഹേളിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ജനുവരി മാസം 6-ാം തീയതി കൊടുത്ത് 9-ാം തീയതി മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജീവകാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയാണ്. ഒരു നാടിൽ എങ്ങനെയാണ് സംഘർഷമുണ്ടാക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതിന് ആലോചിക്കുന്ന ഗവർണർ സ്വീകരിച്ച നടപടിയാണ് അന്നേ ദിവസം ഈ ജില്ലയിലേക്ക് ഇത്തരമൊരു പരിപാടി തീരുമാനിച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു നാടിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഗവർണറുടെ നടപടിക്കെതിരായിട്ട് രാജ്ഭവൻ മാർച്ചിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ അതിശക്തമായ പ്രതിഷേധ സമരവും ഇടുക്കി ജില്ലാ ഹർത്താലും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം. ഈ കേരളീയ മനസാക്ഷി ഈ ഏകാധിപതിയായ ഫാസിസ്റ്റ് മനോഭാവമുള്ള ഗവർണറുടെ നടപടിക്കെതിരായി പ്രതിഷേധിക്കണം. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.